ദിനത്തിൻ്റെ ഒപ്പമുള്ള റാലി നടത്തുവാൻ വിവിധയിടങ്ങളിൽ നടത്തുവാൻ ഞങ്ങൾക്കിടയായി. വീണ്ടും ഞങ്ങൾ തിരുമുറിയിൽ കടന്നു വന്നു. ഉച്ച കഴിഞ്ഞ സമയം രാമമംഗലത്ത് വീണ്ടും ഞങ്ങൾ പ്രോഗ്രാം ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ മർച്ചന്റ് അസോസിയേഷന്റെ പരിപാടികൾ നടക്കുന്ന സ്ഥലത്ത് കടന്നു വന്ന് ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയിപ്പാൻ അവസരം ലഭിച്ചതോർത്ത് അതിൻ്റെ ഭാരവാഹികളെ ഓർത്ത് നന്ദി പറയുന്നു. ഇപ്പോൾ അതിൻ്റെ പ്രസിഡന്റ് പ്രിയ ജെയിംസ് ചില വാക്കുകൾ നമ്മെ ഓർപ്പിക്കും. പ്രിയമുള്ള നാട്ടുകാരെ, വ്യാപാരി സുഹൃത്തുക്കളെ, IPC പാമ്പാക്കട സെന്റർ ദൈവസഭയുടെ ദൈവമക്കളെ, കൂടി വന്നിരിക്കുന്ന സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും ആ സ്വാതന്ത്ര്യത്തിന്റെ നിറവിൽ നിന്ന് 75-ാം വാർഷികം നമ്മൾ ആഘോഷിക്കുന്ന വേളയിൽ രാമമംഗലം മർച്ചന്റ്സ് അസോസിയേഷൻ ഈ രാമമംഗലത്ത് വന്നു ചേരുന്ന എല്ലാ ആളുകൾക്കും സൗജന്യമായി പായസ വിതരണം നടത്തുകയാണ്. സ്വാതന്ത്ര്യത്തിന്റെ പായസം. വിദേശ ശക്തികൾ 2 പതിറ്റാണ്ട് കാലം ഇന്ത്യയെ കീഴടക്കി ഭരിച്ചിരിക്കുന്ന കാലം, സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യയുടെ മേൽ ഭരണം നടത്തിയ കിരാതമായ കാലം, ഒട്ടനവധി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ജീവൻ നൽകി. അവരുടെ ജീവനേക്കാൾ വിലയേറിയതായി അവരൊന്നും കണ്ടില്ല. പിറന്ന നാടിന്റെ മാനം സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ വരെ ത്യാഗം ചെയ്ത് ത്യാഗോജ്വലമായ പോരാട്ടങ്ങൾ നടത്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു എന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെ സ്മരിച്ചുകൊണ്ടും രാമമംഗലം മർച്ചന്റ് അസോസിയേഷൻ നടത്തുന്ന ഈ പായസ ദിനത്തിലേക്ക് എല്ലാ നല്ലവരായ വ്യാപാരി സുഹൃത്തുക്കളെയും നാട്ടുകാരെയും സൗവിനയം സ്വാഗതം ചെയ്തുകൊണ്ടും ഈ സ്വാതന്ത്ര്യത്തിൽ പാമ്പാക്കട IP സെന്റർ നടത്തുന്ന ലഹരി വിമുക്ത ക്യാമ്പയിന് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും ഈ സഹോദരങ്ങൾക്ക് ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും സ്വർഗീയ അനുഗ്രഹങ്ങളും കൃപയും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എന്റെ എളിയ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജെയിംസ്. ഇവിടെ ഈ മർച്ചന്റ് അസോസിയേഷന്റെ ഈ പ്രോഗ്രാമിൽ ഞങ്ങളെ സ്വീകരിച്ച ഇവിടുത്തെ ഭാരവാഹികളോട് വിശേഷാൽ നന്ദി പറയുന്നു. ഇപ്പോൾ ചില ഗാനങ്ങൾ ഞങ്ങൾ ഇവിടെ പാടുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം പാമ്പാക്കുടയുടെ പ്രദേശത്തേക്ക് കടന്നു പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. രാമമംഗലം ദേശം ഞങ്ങളോട് കാണിക്കുന്ന കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ചില ഗാനങ്ങൾ ഇവിടെ പാടുവാൻ ആഗ്രഹിക്കുന്നു.
അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, നിത്യനാഥനും വീരനാം ദൈവം. ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ, രാജാധിരാജനമശിഹ. അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, നിത്യനാഥനും വീരനാം ദൈവം. ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ, രാജാധിരാജനമശിഹ. Hallelujah, 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 Praise the Lord. ഉല്ലാസമായി നടക്കും സഹോദര നല്ലപോൽ ചിന്ത ചെയ്യുക. ഉല്ലാസമായി നടക്കും സഹോദര നല്ലപോൽ ചിന്ത ചെയ്യുക. പുല്ലിൻപ് പോലെ നിന്റെ പ്രഭാവങ്ങളെല്ലാം ഒഴിഞ്ഞിടുമേ. പുല്ലിൻപ് പോലെ നിന്റെ പ്രഭാവങ്ങളെല്ലാം ഒഴിഞ്ഞിടുമേ. ഉല്ലാസമായി നടക്കും സഹോദര നല്ലപോൽ ചിന്ത ചെയ്യുക. ഉല്ലാസമായി നടക്കും സഹോദര നല്ലപോൽ ചിന്ത ചെയ്യുക. പുല്ലിൻപ് പോലെ നിന്റെ പ്രഭാവങ്ങളെല്ലാം ഒഴിഞ്ഞിടുമേ. പുല്ലിൻപ് പോലെ നിന്റെ പ്രഭാവങ്ങളെല്ലാം ഒഴിഞ്ഞിടുമേ. നല്ല സുഖം ബലവും നിനക്കൊണ്ടെന്നല്ലോ നനയ്ക്കുന്നു നീ. നല്ല സുഖം ബലവും നിനക്കൊണ്ടെന്നല്ലോ നനയ്ക്കുന്നു നീ. തെല്ലുനേരത്തിനുള്ളിൽ ഇവയൊന്നുമില്ല
ഇല്ലാതെയായി ഭവിക്കാം. നേരത്തിനുള്ളിൽ ഇവയെല്ലാം ഇല്ലാതെയായി ഭവിക്കാം. ഉല്ലാസമായി നടക്കും സഹോദര നല്ലപോൽ ചിന്ത ചെയ്യുക. ഉല്ലാസമായി നടക്കും സഹോദര നല്ലപോൽ ചിന്ത ചെയ്യുക. പുല്ലിൻപ് പോലെ നിന്റെ പ്രഭാവങ്ങളെല്ലാം ഒഴിഞ്ഞിടുമേ. പുല്ലിൻപ് പോലെ നിന്റെ പ്രഭാവങ്ങളെല്ലാം ഒഴിഞ്ഞിടുമേ. മല്ലന്മാരായി ഉലകിൽ ജീവിച്ചവരെല്ലാം ഇപ്പോൾ എവിടെ? മല്ലന്മാരായി ഉലകിൽ ജീവിച്ചവരെല്ലാം ഇപ്പോൾ എവിടെ? നല്ലപോൽ ചിന്തിക്ക നീ, അവർ ശവക്കല്ലറയിലല്ലയോ. നല്ലപോൽ ചിന്തിക്ക നീ, അവർ ശവക്കല്ലറയിലല്ലയോ. ഉല്ലാസമായി നടക്കും സഹോദര നല്ലപോൽ ചിന്ത ചെയ്യുക. ഉല്ലാസമായി നടക്കും സഹോദര നല്ലപോൽ ചിന്ത ചെയ്യുക. പുല്ലിൻപ് പോലെ നിന്റെ പ്രഭാവങ്ങളെല്ലാം ഒഴിഞ്ഞിടുമേ. പുല്ലിൻപ് പോലെ നിന്റെ പ്രഭാവങ്ങൾ എല്ലാം ഒഴിഞ്ഞിടുമേ. സൗന്ദര്യത്തിൻ പദവി നിന്നെ കൊണ്ടെന്നൊള്ളു നിനയ്ക്കണ നീ. സൗന്ദര്യത്തിൻ പദവി നിന്നെ കൊണ്ടെന്നൊട്ടും ഞെളിഞ്ഞിടണ്ട. നിന്റെ താരുണ്യം മാറിടുമ്പോൾ സ്ഥിതിയെല്ലാം പാടെ മറിഞ്ഞു പോമേ. നിന്റെ താരുണ്യം മാറിടുമ്പോൾ സ്ഥിതിയെല്ലാം പാടെ മറിഞ്ഞിടുമേ. സൗന്ദര്യത്തിൻ പദവി നിന്നെ കൊണ്ടെന്നൊട്ടും ഞെളിഞ്ഞിടണ്ട. സൗന്ദര്യത്തിൻ പദവി നിന്നെ കൊണ്ടെന്നൊട്ടും ഞെളിഞ്ഞിടണ്ട. നിന്റെ താരുണ്യം മാറിടുമ്പോൾ സ്ഥിതിയെല്ലാം പാടെ മറിഞ്ഞു പോമേ. താരുണ്യം മാറിടുമ്പോൾ സ്ഥിതിയെല്ലാം പാടെ മറിഞ്ഞു പോമേ. നിന്റെ താരുണ്യം മാറിടുമ്പോൾ സ്ഥിതിയെല്ലാം പാടെ മറിഞ്ഞു പോമേ. ഉല്ലാസമായി നടക്കും സഹോദര നല്ലപോൽ ചിന്ത ചെയ്യുക. ഉല്ലാസമായി നടക്കും സഹോദര നല്ലപോൽ ചിന്ത ചെയ്യുക. പുല്ലിൻപ് പോലെ നിന്റെ പ്രഭാവങ്ങളെല്ലാം ഒഴിഞ്ഞിടുമേ. പുല്ലിൻപ് പോലെ നിന്റെ പ്രഭാവങ്ങളെല്ലാം ഒഴിഞ്ഞിടുമേ. ഉല്ലാസമായി നടക്കും സഹോദര നല്ലപോൽ ചിന്ത ചെയ്യുക. പുല്ലിൻപ് പോലെ നിന്റെ പ്രഭാവങ്ങളെല്ലാം ഒഴിഞ്ഞിടുമേ. പുല്ലിൻപ് പോലെ നിന്റെ പ്രഭാവങ്ങളെല്ലാം ഒഴിഞ്ഞിടുമേ. പുല്ലിൻപ് പോലെ നിന്റെ പ്രഭാവങ്ങളെല്ലാം ഒഴിഞ്ഞിടുമേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്രത്തോളം സമയം മനോഹരമായ ഗാനങ്ങൾ പാടുവാൻ പ്രിയ സഹോദരങ്ങളെ ദൈവം സഹായിച്ചു. തുടർന്ന് അല്പസമയം സന്ദേശത്തിന് വേണ്ടി സമയം വേർതിരിക്കുകയാണ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ പാമ്പാക്കുട സെന്ററിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ രഞ്ജു മാത്യു അവറുകൾ അല്പസമയം ചില സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നതായിരിക്കും. ദൂരത്തും ചാരത്തുമായി ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളുടെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ നല്ലവരായ വ്യാപാരിയ സുഹൃത്തുക്കൾക്കും ദേശനിവാസികൾക്കും വേഗം വരുന്ന ക്രിസ്തുവേശുവിന്റെ അതുല്യമായ നാമത്തിലുള്ള ഞങ്ങളുടെ ക്രിസ്തീയ അഭിവാദനങ്ങൾ പ്രാരംഭമായി അറിയിക്കുന്നു. ഞങ്ങളിവിടെ കടന്നു വന്നപ്പോൾ വളരെ സ്നേഹോഷ്ണമായ സ്വീകരണങ്ങൾ നൽകിയ മർച്ചന്റ് അസോസിയേഷനുള്ള ഹൃദയംഗമായ നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. നാം എല്ലാവരും ആഹ്ലാദിക്കുന്ന സന്തോഷിക്കുന്ന ഒരു സുദിനമാണ് ഇന്നത്തെ ദിവസം. ഇതിന്റെ പിന്നിൽ ഇന്നേക്ക് 75 വർഷങ്ങൾക്ക് മുമ്പ് സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ വേണ്ടി അഹോരാത്രം താഗോച്ചലമായ പോരാട്ടങ്ങൾ നടത്തിയ മഹാരഥന്മാരെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു, നന്ദിയോടെ സ്മരിക്കുന്നു. ത്യാഗോച്ചലമായ പോരാട്ടങ്ങളുടെ ഒടുവിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. അതിന്റെ ഓർമ്മ പുതുക്കൽ എന്ന വണ്ണമാണ് ഞങ്ങളിവിടെ കടന്നു വന്നപ്പോൾ ഇവിടെയുള്ള സുഹൃത്തുക്കൾ, ഇവിടെയുള്ള സ്നേഹിതർക്ക് മധുരം പങ്കുവെക്കുകയാണ്. നാം എല്ലാവരും സന്തോഷിക്കുകയാണ്, നാം എല്ലാവരും ആഹ്ലാദിക്കുകയാണ്. അപ്പോൾ തന്നെ വിസ്മരിക്കുവാൻ കഴിയാത്ത വലിയൊരു യാഥാർത്ഥ്യം ഇതിന്റെ പിന്നിലുണ്ട്. ത്യാഗോച്ചലമായ പോരാട്ടങ്ങൾ നടത്തിയ
ജീവൻ ബലി കൊടുത്ത മഹാരഥന്മാർ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കാർക്കും വിസ്മരിക്കുവാൻ കഴിയാത്ത വലിയൊരു യാഥാർത്ഥ്യമാണ്. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നല്ലവരായ നാട്ടുകാരോട് ഞങ്ങൾക്ക് ഓർപ്പിക്കുവാനുള്ള സന്ദേശമെന്ന് പറയുന്നത്, സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചു എന്ന് നാം എല്ലാവരും അവകാശപ്പെടുമ്പോൾ തന്നെയും മനുഷ്യരാശിക്ക് യഥാർത്ഥമായ വിമോചനം നൽകിത്തന്ന, യഥാർത്ഥമായ സ്വാതന്ത്ര്യം നൽകിത്തന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ ഒന്നിച്ച് കൂടി വന്നിരിക്കുന്നത്. നാം അനുദിനം വായിക്കുന്ന ദിനപത്രങ്ങൾ, അനുദിനം നാം വീക്ഷിക്കുന്ന ടെലിവിഷനുകൾ, നാം കേൾക്കുന്ന വാർത്തകൾ നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്നതും നമ്മെ വേദനിപ്പിക്കുന്നതും നമ്മെ ഞെട്ടിപ്പിക്കുന്നതുമാണ്. ഓരോ പ്രഭാതത്തിലും നമ്മുടെ കരങ്ങളിൽ വന്നെത്തുന്ന പത്രമാധ്യമങ്ങളിലൂടെ നാം കാണുന്ന, നാം കേൾക്കുന്ന വാർത്തകൾ നമുക്ക് അസ്വസ്ഥത ഉളവാക്കുന്നതാണ്. നമ്മെ വേദനിപ്പിക്കുന്ന നിരവധി അനവധി സംഭവ വികാസങ്ങൾ അനുനിമിഷം നടമാടുന്ന ഒരു ലോകത്തിലാണ് നാം ഓരോരുത്തരും അധിവസിക്കുന്നത്. അക്രമങ്ങളും അനീതികളും അഴിമതികളും കൊള്ളകളും മോഷണങ്ങളും അനുദിനം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ഓരോരുത്തരും അധിവസിക്കുന്നത്. നാം കേൾക്കുന്ന വാർത്തകൾ, നാം കാണുന്ന വാർത്തകൾ ഒരുപക്ഷെ കുടുംബസമേതം ഇരുന്ന് വീക്ഷിക്കുവാൻ സാധിക്കാത്ത വാർത്തകളാണ് നാം ഓരോ ദിവസവും കണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നത്. ഒരുപക്ഷെ നാം നമ്മോട് തന്നെ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ലോകത്തിന് സംഭവിക്കുന്നു? എന്തുകൊണ്ട് മനുഷ്യർ ഇങ്ങനെ പെരുമാറുന്നു? മൃഗത്തെക്കാൾ അധപ്പതനമായ രീതിയിൽ മനുഷ്യർ മനുഷ്യരോട് പെരുമാറുന്നു. അമ്മ മക്കളോട്, മക്കൾ അമ്മയോട്, ഭാര്യ ഭർത്താവിനോട്, കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു, വിവാഹമോചനങ്ങൾ പെരുകുന്നു. പല നിലയിലുള്ള അതിക്രമങ്ങളും അനീതികളും അനുനിമിഷം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു മാനവ സമൂഹത്തിലാണ് നാം ഓരോരുത്തരും അധിവസിക്കുന്നത്. പലപ്പോഴും ഇതിന് പരിഹാരം കാണുവാൻ വേണ്ടി പല നിലകളിലുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നത് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു പദമുണ്ട്, ഈ ലോകം വളരെ വളരെ വിശാലമാണ്. വിശാലമായ വിശ്വമുഖത്തിന്റെ വിരിമാറിലൂടെ ശാസ്ത്രജ്ഞന്മാർ, ബുദ്ധിജീവികൾ, മഹാന്മാർ, മഹാരഥന്മാർ അങ്ങനെ പലരും കടന്നുപോയി. വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും നൈതികത്തിൽ നിന്നുകൊണ്ട് അവർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ചന്ദ്രഗോളങ്ങളെ മാത്രമല്ല നക്ഷത്ര കൂട്ടങ്ങളെ വരെ കാൽ കീഴാക്കും എന്ന അഹങ്കാരത്തിൽ വിജയത്തിന്റെ ശുഭപതാക ഉയർത്തിപ്പിടിക്കുന്ന ഈ 21-ാം നൂറ്റാണ്ടിന് മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നുള്ള മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകിയിട്ട് ഭരണത്തിലേറുമ്പോൾ പലപ്പോഴും മനുഷ്യന്റെ അവസ്ഥകൾ പരിതാപകരമാണ്. മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇന്നും കാണാതെ ഇരിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതരെ, എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തുക്കളെ, ഞങ്ങൾ ഇത്രയും അധികം ആൾക്കാർ ഈ ജംഗ്ഷനിൽ കടന്നു വന്ന് ഞങ്ങൾ ഒറ്റ സ്വരത്തിൽ, ഏക സ്വരത്തിൽ ഉയർത്തുന്ന ഒരു നാമമുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. അതിന്റെ പിന്നിൽ വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. എന്താ യാഥാർത്ഥ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാലത്ത് പാപത്തിന്റെ അടിമത്തത്തിൽ കിടന്നിരുന്ന, അസമാധാനത്തിന്റെ അടിമത്തത്തിൽ കിടന്നിരുന്ന, അസന്തുഷ്ടതയുടെ അടിമത്തത്തിൽ കിടന്നിരുന്ന ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം തേടി വരുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ആവേശത്തോടെ, അത്യുത്സാഹത്തോടെ ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഞങ്ങളുടെ കർത്താവിനെ ഉയർത്തുന്നത്. അതിന് ഞങ്ങൾക്ക് ലജ്ജയില്ല, അതിന് ഞങ്ങൾക്ക് മടിയില്ല. കാരണം എന്നാണെന്നറിയാമോ? ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം, ഞങ്ങൾ അനുഭവിക്കുന്ന സമാധാനം മാനവ സമൂഹത്തോട് ഞങ്ങൾ പങ്കുവെക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്ന താല്പര്യം, അസമാധാനങ്ങൾ പെരുകുന്നു, അസന്തുഷ്ടികൾ പെരുകുന്നു, ദുഃഖങ്ങൾ കൂടുന്നു, കലഹങ്ങൾ വർദ്ധിക്കുന്നു, പ്രതിസന്ധികൾ രൂക്ഷമാകുന്നു, പ്രശ്നങ്ങൾ അനുനിമിഷവും വർദ്ധിക്കുന്നു. ഇതിനെല്ലാം പരിഹാരമെന്ന വണ്ണം ഭരണ നേതൃത്വങ്ങൾ പലവിധമായ സംവിധാനങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ സ്നേഹിതരെ, ഈ സംവിധാനങ്ങൾക്ക് ഒരു പരിധിവരെ മാത്രമേ ഇതിനെ പിടിച്ചു നിർത്തുവാൻ സാധിക്കുന്നുള്ളൂ. ജയിലുകൾ വർദ്ധിക്കുന്നു, പോലീസ് അധികാരികൾ പെരുകുന്നു, പക്ഷേ എങ്കിൽ അക്രമങ്ങൾ കുറയുന്നില്ല, അനീതികൾ കുറയുന്നില്ല, അഴിമതികൾ കുറയുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നാം എല്ലാവരും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വലിയൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, ഇതിനൊരു പരിഹാരം വേണ്ടായോ?
ഈ ഒരു അസന്തുഷ്ടിക്ക്, ഈ അസമാധാനത്തിന് ഒരു പരിഹാരം വേണം. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ മാനവ സമൂഹത്തിന്, മതസംഹിതകൾക്ക്, തത്വശാസ്ത്രങ്ങൾക്ക് കഴിയാതെ ഇരിക്കുമ്പോൾ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവ സമൂഹത്തോട് കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം നൽകി തരുന്നത് പോലെയല്ല, നിത്യമായ നിലനിൽക്കുന്ന സമാധാനമാണ് മാനവ സമൂഹത്തിന് നസ്രനായ യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്യുവാനിടയായി തീർന്നത്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഈ സമാധാനം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമാധാന കരാറുകൾ പല നിലയിൽ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ അതിന്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയാണ്. ഇന്ന് ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ തന്നെ അനേക രാജ്യങ്ങളും യുദ്ധങ്ങളുടെ ഭീതിയുടെ നടുവിലാണ്. ഒരു സൊല്യൂഷൻ വരുത്തുവാൻ ആർക്കും സാധിക്കുന്നില്ല. എന്നാൽ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ സുഹൃത്തെ, എന്റെ പ്രിയ സ്നേഹിത, വ്യക്തിപരമായ ജീവിതത്തിൽ നാം പലപ്പോഴും അടിമത്തത്തിലാണ്, അസമാധാനത്തിന്റെ അടിമത്തത്തിലാണ്, അസന്തുഷ്ടതയുടെ അടിമത്തത്തിലാണ്, ദുഃഖത്തിന്റെ അടിമത്തത്തിലാണ്. എന്നാൽ ദുഃഖത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, അസന്തുഷ്ടിയുടെ അടിമത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ കഴിയുന്ന ഏക നാമമുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഉയർത്തുന്ന നസ്രയനായ യേശുവിന്റെ നാമം മാത്രമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഉറക്കെ ആവേശത്തോടെ ഈ ജംഗ്ഷനിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത്, മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് യേശു ക്രിസ്തുവിന്റെ നാമമാണ്. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. മാത്രമല്ല രാജാവായി അവൻ മടങ്ങി വരുന്ന കർത്താവാണ്. എന്റെ പ്രിയമുള്ളവരെ, അസമാധാനത്തിലൂടെ, അസന്തുഷ്ടിയിലൂടെ ആരെങ്കിലും കടന്നുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ വൈകിയ സമയത്ത് ഈ സുവിശേഷം ശ്രദ്ധിക്കുമ്പോൾ നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് ഒരൊറ്റ ഹൃദയം കൊണ്ട് വിശ്വസിച്ച വായി കൊണ്ട് ഏറ്റുപറയുവാൻ സാധിക്കുന്നുവെങ്കിൽ, കർത്താവേ, ഇവിടെ മുഴങ്ങി കേൾക്കുന്ന തിരുവചനത്തിന്റെ ശബ്ദം എനിക്ക് സമാധാനം നൽകുന്നതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ സമാധാനവായകൻ എന്റെ ഹൃദയത്തിനകത്തിലേക്ക് കടന്നു വരണമെന്നുള്ള ആത്മാർത്ഥമായ ആഴമേറിയ ഒരു പ്രാർത്ഥന ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഉയരുന്നുവെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഇന്ന് വരെ അനുഭവിക്കാത്ത ഒരു വലിയ സമാധാനം ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നൽകി തരുവാൻ യേശു വിശ്വസ്തനായ ദൈവമാണ്. സമാധാനം തേടി മനുഷ്യൻ നെട്ടോട്ടം ഓടുകയാണ്. സന്തോഷം ലഭിക്കുവാൻ വേണ്ടി മനുഷ്യൻ നെട്ടോട്ടം ഓടുകയാണ്. എന്തിനേയും ഏതിനെയും ആശ്രയിക്കുവാൻ, ഏത് പരിഹാരത്തിന്, ഏത് പ്രശ്നത്തിനും പരിഹാരം കാണുവാൻ വേണ്ടി മനുഷ്യൻ നെട്ടോട്ടം ഓടുകയാണ്. സന്തോഷം ലഭിക്കുവാൻ വേണ്ടി ചിലർ മദ്യത്തെ ആശ്രയിക്കാറുണ്ട്, ചിലർ മയക്കുമരുന്ന് അടിമകളാകാറുണ്ട്. എന്നാൽ എന്റെ പ്രിയ സുഹൃത്തെ, മദ്യപാനത്തിന് ഒരിക്കലും ഒരു സമാധാനം നൽകുവാൻ സാധിക്കത്തില്ല. കാരണം മദ്യത്തിന് അടിമയായ സുഹൃത്തുക്കൾ ഒരുപക്ഷെ 1, 2, 5, 10 മിനിറ്റിന് അല്പമായ സമാധാനം വ്യക്തിപരമായി അനുഭവിക്കുവാൻ സാധിക്കുന്നുവെങ്കിലും നമ്മുടെ കുടുംബങ്ങൾ അസമാധാനത്തിലേക്ക് നീങ്ങുകയാണ്. എന്റെ പ്രിയ സുഹൃത്തെ, താങ്കളെ കാത്തിരിക്കുന്ന ഒരു ഭാര്യയുണ്ട്, താങ്കളെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മക്കളുണ്ട്. താങ്കൾ എല്ലുമുറിയെ പണിയെടുത്തിട്ട് തനിക്ക് ലഭിക്കുന്ന നന്മ മുഴുവൻ മദ്യഷാപ്പിൽ കൊടുത്തതിന് ശേഷമായിട്ട് അവിടെ നിന്ന് മദ്യം വാങ്ങിക്കുടിച്ച് നടക്കുവാൻ പോലും കഴിയാതെ ഭവനത്തിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ ഭവനത്തിൽ സമാധാനമല്ല ഉണ്ടാകുന്നത്, അസമാധാനമാണ് ഉണ്ടാകുന്നത്. കുഞ്ഞുങ്ങൾ പേടിച്ചോടുന്നു. ഭാര്യ പറയുന്നു, എന്റെ അച്ഛാ, എന്നെ കുടി എങ്ങനെയൊന്ന് നിർത്തുവാൻ സാധിക്കും? എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ സുഹൃത്തെ, മദ്യപാനത്തിന് യഥാർത്ഥമായ സന്തോഷമോ സമാധാനമോ നൽകി തരുവാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യം അടിവരയിട്ട് ഉറക്കെ അത്യുച്ചത്തിൽ വിളിച്ചു പറയുവാൻ ഞങ്ങൾക്ക് സാധിക്കും. മദ്യപാനത്തിന് സമാധാനം നൽകുവാൻ സാധിക്കുന്നുവെങ്കിൽ എന്നേ കേരളം സമാധാനമുള്ള ഒരു സംസ്ഥാനമായി മാറിയേനെ. എന്നാൽ മദ്യത്തിന് സമാധാനം നൽകി തരുവാൻ സാധിക്കത്തില്ല, മയക്കുമരുന്നിന് സമാധാനം നൽകി തരുവാൻ സാധിക്കത്തില്ല. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തുയേശുവിന് യഥാർത്ഥമായ സമാധാനം നൽകി തരുവാൻ സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പല വഴികളിൽ ഒരു വഴിയല്ല ക്രിസ്തുയേശുവിന്റെ വഴി. കർത്താവ് പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു.
ആ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ഒരു കാലത്ത് സന്തോഷമെന്നറിയാതെ സമാധാനമെന്നറിയാതെ ഈ ലോകത്തിന്റെ മോഹത്തിന് പുറകെ ഞങ്ങൾ ഓടിയായിരുന്നു. എന്നാൽ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഈ നശ്വരമായ വസ്തുവകകൾക്ക് യഥാർത്ഥമായ സമാധാനം നൽകി തരുവാൻ സാധിക്കത്തില്ല. ഇന്നിവിടെ നിൽക്കുന്ന ഞങ്ങളുടെ ചെറുപ്പക്കാരോട്, യൗവനക്കാരോട്, പ്രായമായവരോട് നിങ്ങൾ പേഴ്സണലായിട്ട് വിളിച്ചു ചോദിച്ചാൽ അവർ പറയും, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, പ്രത്യാശയുണ്ട്. ഈ സമാധാനവും പ്രത്യാശയും ഞങ്ങൾക്ക് പ്രധാനം നൽകി തന്നത് ഈ ലോകത്തിലെ വസ്തുവകളല്ല, മറിച്ച് ഇന്നിവിടെ ഞങ്ങൾ ഉയർത്തുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ് ഞങ്ങളുടെ കുടുംബത്തിനകത്ത് സമാധാനം നൽകി തന്നത്, സന്തോഷം നൽകി തന്നത്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന എന്റെ വാത്സല്യ സഹോദരങ്ങളെ, താങ്കളുടെ ജീവിതത്തിൽ അസമാധാനങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ ഒരു നിമിഷം ശാന്തമായി കർത്താവേ എന്റെ ഹൃദയത്തിനകത്ത് നിത്യമായ നിലനിൽക്കുന്ന സമാധാനം നൽകി തരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഈ ലോകത്തിലെ ഒരൊറ്റ വസ്തുവകൾക്ക് നൽകി തരുവാൻ സാധിക്കാത്ത സമാധാനം നമുക്ക് നൽകി തരുവാൻ ക്രിസ്തുയേശു നിലനിൽക്കുന്നത് ഒന്നുമേ ഇല്ല എന്നുള്ള കാര്യം വളരെ യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ നശിച്ചു പോകുന്ന നിലനിൽക്കാത്ത വസ്തുക്കളുടെ പുറകെയോടി നമ്മുടെ ജീവിതം പാഴാക്കരുത്. ഒരിക്കലൊരു തത്വജ്ഞാനി സ്കൂളിൽ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളോട് ഇപ്രകാരം ചോദിച്ചു, നിങ്ങൾ എവിടോട്ടാ പോകുന്നത്? അവർ ഇപ്രകാരം അവരോട് പറഞ്ഞു, നിങ്ങൾ സ്കൂളിലേക്കാ പോകുന്നത്. അതിനുശേഷം വീണ്ടും അദ്ദേഹം ചോദിച്ചു, സ്കൂളിൽ പോയതിനു ശേഷമായിട്ട് നിങ്ങൾ എവിടോട്ട് പോകും? സ്കൂളിൽ പോയതിനു ശേഷമായിട്ട് നിങ്ങൾ കോളേജിൽ പോകും. അതിനുശേഷമായിട്ട് അങ്ങോട്ട് പോകും. കോളേജിൽ പോയതിനു ശേഷമായിട്ട് നല്ല ജോലി നേടും. അതിനുശേഷം ഞങ്ങൾ വിവാഹം കഴിക്കും. അതിനുശേഷം എന്ത് സംഭവിക്കും? കുഞ്ഞുങ്ങളുണ്ടാകും, പ്രായമാകും. അതിനുശേഷം ചോദിച്ചു, അതിനുശേഷം എന്ത് ചെയ്യും? എന്റെ പ്രിയ സുഹൃത്തെ, ഈ പ്രസംഗിക്കുന്ന ഞാനും പ്രസംഗം കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമെന്നുള്ളത് യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. ആരോഗ്യമുള്ളവരും ആരോഗ്യമില്ലാത്തവരും എല്ലാവരും ഈ ലോകത്തിൽ നിന്ന് ഒരു ദിവസം മാറ്റപ്പെടുമെന്നുള്ളത് യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. അതെല്ലാം മതങ്ങളും വളരെ ഉറപ്പോടെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ വ്യക്തമായി, വളരെ സുവ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ ഞങ്ങൾ ഉയർത്തുന്ന വിശുദ്ധ ബൈബിൾ മാത്രമാണ്. വളരെ വ്യക്തമായിട്ട് നിത്യതയെ കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ട് അവന്റെ ജീവിതം അവസാനിക്കുന്നില്ല. അതുകൊണ്ടാണ് മരണമെന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. കാരണം എന്നാണെന്നറിയാമോ? മരണം ഞങ്ങളെ ഭയപ്പെടുത്തുന്നില്ല, പീഡനം ഞങ്ങളെ ഭയപ്പെടുത്തുന്നില്ല. കാരണം എന്നറിയാമോ? ഈ പ്രസംഗിക്കുന്ന ഇവിടെ നിന്ന് മരിച്ചു വീണാലും എനിക്കൊരു പ്രത്യാശയുണ്ട്. ഈ ദേഹത്തെ കൊല്ലുവാൻ മാത്രമേ ഇവിടെയുള്ള പീഡനങ്ങൾക്ക് സാധിക്കത്തുള്ളൂ. അതിനപ്പുറത്തുള്ള ആത്മാവിനെ ഒന്നും ചെയ്യുവാൻ ഈ ലോകത്തിലെ ഒരു വസ്തുവയ്ക്കും സാധിക്കത്തില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഒരു നിമിഷം ചിന്തിക്കൂ, ഒരു നിമിഷം ശ്രദ്ധിക്കൂ. നമ്മുടെ ജീവിതം വളരെ ചെറുതാണ്. ഈ ചെറിയ ആയുസ് നമ്മൾ എത്ര നാൾ ജീവിച്ചു എന്നല്ല, ഈ ജീവിച്ച നാൾ നമ്മൾ എന്തു ചെയ്തു എന്നുള്ള കാര്യം ആത്മാർത്ഥമായിട്ട് പരിശോധിക്കണം. ഹൃദയത്തിന് സമാധാനമില്ലെങ്കിൽ, സന്തോഷമില്ലെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്യുക, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുവാനിടയായിത്തീരും. നിൽപ്പിൽ നിന്നുകൊണ്ട്, കർത്താവെ, ഞാനൊരു പാപിയായ ഒരു മനുഷ്യനാണ്, എന്നെ അങ്ങ് സന്ദർശിക്കണമേ, എനിക്ക് സമാധാനം നൽകണമേ, എനിക്ക് സന്തോഷം നൽകണമേ എന്നുള്ള ആത്മാർത്ഥമായൊരു പ്രാർത്ഥന ഹൃദയത്തിന്റെ അന്തർഭാഗത്തു നിന്ന് ഉയരുന്നുവെങ്കിൽ നിത്യമായ സമാധാനം നൽകി തന്ന് നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിപ്പാൻ ദൈവമായ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രത്തോളം സമയം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം തന്റെ ദാസനെ കൂടി കേൾപ്പാൻ ഇടയായി തീർന്നു. ഞങ്ങൾ രാവിലെ 8 മണിക്ക് മടക്കത്താനത്ത് നിന്ന് ആരംഭിച്ചതായ പ്രോഗ്രാമാണ് ഇത്. തുടർന്ന് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് ഹോസ്പിറ്റൽ ജംഗ്ഷനിലും പാമ്പാക്കടിയിലേക്കും കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ അല്പസമയം ഞങ്ങൾ കൂടുതൽ ചെലവഴിച്ചു. ഇവിടുത്തെ സഹോദരങ്ങൾ ഞങ്ങളോട് കാണിച്ച കൂട്ടായ്മയ്ക്ക് നന്ദി പറയുന്നു. ഇവിടെ ഞങ്ങൾ ഈ ദൈവോധനം പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. രാമമംഗലം പ്രദേശത്തോട് എനിക്കൊരു കടപ്പാടുണ്ട്. എന്റെ ചാർച്ചക്കാരും പ്രിയപ്പെട്ടവരും മാംസരക്തങ്ങൾക്ക് ഓഹരിക്കാരായ പ്രിയപ്പെട്ടവരായവരോട് ഒരു കാര്യം ഓർപ്പിക്കേണ്ടതായ കാര്യമുണ്ട്. ഈ ഒരു രക്ഷ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നു. പാരമ്പര്യത്തിന്റെ എരിവോടെ നടന്ന എനിക്ക്, പാരമ്പര്യത്തിന്റെ എരിവിൽ ഊറ്റം കൊണ്ടിരുന്ന എനിക്ക് തിരുവചനം പഠിച്ചപ്പോൾ മനസ്സിലായി, അതുകൊണ്ട് ദൈവരാജ്യത്തിൽ പോകുവാൻ കഴിയത്തില്ല. ഒരുവൻ ദൈവരാജ്യത്തിൽ പോകണമെങ്കിൽ അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ
ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുക. ഈ രാമമംഗലം പ്രദേശത്തും ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ ആ കാര്യം ഓർപ്പിക്കുക. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നാം ഒരു മർമ്മം മനസ്സിലാക്കണം. നാം മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടി എന്ത് കാര്യങ്ങൾ ചെയ്താലും നമുക്ക് സ്വർഗരാജ്യത്തിൽ പോകുവാൻ കഴിയുകയില്ല. ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ അറിയണം. തിരുവചനം എങ്ങനെ പറയുന്നു? അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. അതൊരു യാഥാർത്ഥ്യമാണ്. രാമമംഗലം പ്രദേശം, എന്റെ പ്രിയ സഹോദരങ്ങള്, അത് അറിഞ്ഞില്ലെങ്കിൽ അറിയാതെ പോകരുത്. പല പ്രാവശ്യം ഞങ്ങൾക്ക് ഇവിടെ ദൈവവചനം സംസാരിപ്പാൻ ഇടയായിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടി ഈ ദേശത്തോട് വിളിച്ചു പറയുകയാണ്, യേശു കർത്താവ് മടങ്ങി വരാറായി. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കുന്നുള്ള യേശുവിന്റെ ആഹ്വാനം ഒരു പ്രാവശ്യം കൂടെ രാമമംഗലം പ്രദേശത്തോട് ഞങ്ങൾ ഓർപ്പിക്കുകയാണ്. ഇനി എത്രയും താമസം വിന യേശു കർത്താവ് രാജാതി രാജാവും കർത്താതി കർത്താവുമായി മടങ്ങി വരും. നമുക്കറിയാം, മരിക്കുമ്പോൾ ഏറ്റവും അവസാനമായി വായിക്കുന്ന ഒരു ഭാഗമാണ് തെസ്സലോനിക്ക ലേഖനത്തിലുള്ള ഭാഗം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ വചനം വിശ്വാസയോഗ്യമാണ്. അങ്ങനെ ഒരു അനുഭവമുണ്ട്. തിരുവചനം എങ്ങനെ പറയുന്നു? എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അങ്ങനെ ഒരു അനുഭവമുണ്ട് കേട്ടോ. ഇനി ആരും അറിഞ്ഞില്ല എന്ന് വരരുത്. ആകയാൽ ഞങ്ങൾ ആ കാര്യം ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ വിരമിക്കുന്നു. പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ ബാബു പാർഷ ചുരുക്കമായി പ്രാർത്ഥന. നല്ല കർത്താവേ, നല്ല ഈ നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. തിരുനാമത്തിൽ ഞങ്ങൾ മഹത്വം കരറ്റുന്ന കർത്താവേ, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ ആലോചന ദേശത്തോട് വിളിച്ചു പറയുവാൻ സ്വർഗത്തിലെ ദൈവം ദൈവത്തിന്റെ ദാസന്മാരെ ഉപയോഗിച്ചു. ദൈവമേ, ഈ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രാമമംഗലത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവിടെ ബിസിനസ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. വാഹനം ഓടിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഇവിടെ ജോലിയോടുള്ള ബന്ധത്തിൽ കടന്നു വരുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ ബിസിനസ് ഒക്കെ സമൃദ്ധിയിലേക്ക് സ്വർഗം കൊണ്ടുവരണമേ. ഇവിടുത്തെ ഹല്ലേലൂയ വാഹനം ഓടിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാവരും രക്ഷകനെ കണ്ടുമുട്ടുവാനും ഈ വലിയ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിക്കും. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകലമാനവും മഹത്വവും സ്വർഗത്തിലെ ഞങ്ങളുടെ അപ്പച്ചന് സകലവും ഞങ്ങൾക്കായി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവേ, കൃപ മൂലം കേട്ടുത്തരമെല്ലാം ആകണമേ. ആമേൻ. സ്തോത്രം.